അതായത് തൻ്റെ സിനിമയ്ക്ക് നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ പോലും പ്രൊഡ്യൂസറിനെ സേഫാക്കാൻ പറ്റിയ ഇന്ത്യൻ സിനിമ നടന്മാരിൽ ഒരാളാണ് ദളപതി വിജയ്. അതായത് 2005 to 2009 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ശിവകാശി, ആദി, അഴകിയ തമിഴ് മകൻ, കുരുവി, വില്ല്, ഈ 5 സിനിമകൾക്കും ഏകദേശം ഒരേ കഥ. അതായത് ഈ 5 സിനിമയിലെയും കഥ ഏകദേശം ഒരേപോലെയാണ്. ശിവകാശി എന്ന് പറയുന്ന 2005 ഇറങ്ങിയ മൂവി. നാട് വിട്ട് പോകുന്ന നായകൻ തിരിച്ചു വന്നു സ്വന്തം അമ്മയെ രക്ഷിക്കുന്നതാണ് കഥ. 2006 ഇറങ്ങിയ ആദി, നാട് വിട്ട് കുട്ടിക്കാലത്ത് തന്നെ നാട് വിടുന്ന നായകൻ തിരികെ വന്ന് സ്വന്തം കാമുകിയെ രക്ഷിക്കുന്നു. 2007 ഇറങ്ങിയ അഴകിയ തമിഴ് മകൻ, നാട് വിട്ട് ദൂരേക്ക് പോകുന്ന നായകൻ കാമുകി അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുന്നു, നായികയെ രക്ഷിക്കുന്നു. 2008 കുരുവി, നാട് വിട്ട് റേസിംഗ്, മലേഷ്യ എന്നീ നാടുകളിൽ കറങ്ങി നടക്കുന്ന നായകൻ തിരിച്ചു വരുന്നു, അച്ഛനെയും നാട്ടുകാരെയും രക്ഷിക്കുന്നതാണ് കുരുവി എന്ന ചിത്രത്തിൻ്റെ കഥ. 2009 വില്ലി എന്ന സിനിമയിലെ കഥയാണെങ്കിൽ രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തിയ വിജയുടെ അമ്മയെ നാട് വിട്ടിട്ട് പോയി വളർന്നു വലുതായി തിരിച്ചു വന്ന് രക്ഷിക്കുകയാണ് ഉണ്ടായിരുന്നത്. അതായത് ഈ 5 കൊല്ലവും വിജയ് ചെയ്ത സിനിമ ഒരേപോലെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരേ ലെവൽ കഥ വെച്ചിട്ടാണ് വിജയ് 5 പടങ്ങളും ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല. ലാസ്റ്റ് ഇറങ്ങിയ 3 ചിത്രങ്ങൾ എടുത്താൽ വാരിസ്, അച്ഛനും മോനും തമ്മിലുള്ള വഴക്കാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. ലിയോ, അച്ഛനും മോനും തമ്മിലുള്ള വഴക്കാണ് അതിലും കാണിക്കുന്നത്. ഗോട്ട്, അച്ഛനും മോനും തമ്മിലുള്ള വഴക്കാണ് അതിലും കാണിക്കുന്നത്. സോ വിജയ് ചെയ്യുന്നത് എല്ലാം ഒരേ ലെവൽ സ്ക്രിപ്റ്റ് എടുക്കുകയാണ്. ആ സ്ക്രിപ്റ്റ് ഫാൻസിനെ ഡൗട്ട്ഫുൾ ആവാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഹോപ്പ്ഫുള്ളി ജനനായകനകത്ത് അച്ഛന് പകരം തങ്കച്ചിയും ചേട്ടനും തമ്മിൽ അടിയാ. ഇതാണ് വിജയുടെ ഹേറ്റേഴ്സ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. എല്ലാ സിനിമയിലും ഒരേ കഥ, ഒരേ പ്ലോട്ട്, ഒരേ ഗെറ്റപ്പ്, ഒരേ വരുത്തണം, ഒരേ ഡാൻസ്,